ഹലോ ഫ്രണ്ട്സ്, സ്റ്റാർ വേൾഡിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ പൈനാപ്പിൾ കൊണ്ട് ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ പോവാണ്. നമ്മളെല്ലാവരും പൈനാപ്പിൾ കഴിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ പൈനാപ്പിൾ ജ്യൂസ് എല്ലാവരും കഴിച്ചിട്ടുള്ളതാണ്. ഇന്ന് നമ്മൾ പൈനാപ്പിൾ കൊണ്ട് ബജ്ജി ഉണ്ടാക്കാൻ പോവാണ്, പൈനാപ്പിൾ ബജ്ജി. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മുടെ പൈനാപ്പിളിൻ്റെ കിരീടം ഒന്ന് കളയണം. ഇനി പൈനാപ്പിളിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയായിട്ട് എടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നടുമുറുക്കിയാണ് 2 പീസാക്കി എടുക്കാണ്. പൈനാപ്പിളിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നമ്മൾ നന്നായിട്ട് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്ലൈസായിട്ട് ചെറിയ പീസുകളാക്കിയിട്ട് മുറിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി മെയിനായിട്ട് നമ്മുടെ ബജ്ജിയിലേക്ക് ആവശ്യമുള്ളത് കടലമാവും അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടിയുമാണ്. അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഓരോരുത്തർക്കും പല താല്പര്യങ്ങളാണ്, അതനുസരിച്ച് തന്നെ ഇതെടുക്കുക. കുറച്ച് കളറ് കൂടുതലായിട്ട് നമുക്ക് കിട്ടണമെങ്കിൽ, ബജ്ജിയുടെ ഒരു കളറൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ കാശ്മീരി മുളക് പൊടി കുറച്ച് കൂടുതലായിട്ട് ഇടുന്നതായിരിക്കും നല്ലത്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം ഇത് നന്നായിട്ട് നമ്മൾ ഇട്ട് കൊടുത്ത കടലമാവ്, കാശ്മീരി മുളക് പൊടി, അതുപോലെ തന്നെ ഉപ്പ്, ഇത്രയും ഐറ്റംസ് ഇട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യുക. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ നമുക്ക് പൈനാപ്പിൾ നമ്മൾ ചെത്തരിഞ്ഞ് വെച്ച നമ്മുടെ പൈനാപ്പിൾ പീസുകൾ ഇതിൽ മുക്കിയെടുക്കാവുന്ന രീതിയിലാണ് നമുക്കിത് കിട്ടേണ്ടത്. അതിനനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് നമ്മളിനി കായം പൊടി കുറച്ച് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ഇതേ രീതിയിൽ ഇത്രയും ലൂസായിട്ട് തന്നെ നമുക്കിത് കിട്ടണം. അപ്പോഴാണ് നമുക്ക് പൈനാപ്പിൾ പീസുകൾ ഇതിൽ മുക്കിയെടുത്ത് ബജ്ജിക്കായിട്ട് തയ്യാറാക്കാൻ പറ്റുള്ളൂ. അടുത്ത പരിപാടി നമ്മുടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ച കട്ട് ചെയ്ത് വെച്ച പൈനാപ്പിൾ പീസുകളെടുത്ത് നമ്മൾ കടലമാവിൽ നന്നായിട്ട് മുക്കി എല്ലായിടത്തും നന്നായിട്ട് പറ്റിപ്പിടിക്കും വിധം ആയ ശേഷം നമ്മൾ തിളച്ച വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ബജ്ജി സൺഫ്ലവർ ഓയിലിൽ നിന്നും നമ്മൾ വാർത്തെടുക്കുകയാണ്. എന്നിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഞാനൊന്ന് കഴിച്ചു നോക്കി, സംഭവം കിടുവായിട്ടുണ്ട്. പക്ഷേ നമ്മളിത് ഇത്രയും വലിയ പീസുകളാക്കിയിട്ട് നമ്മൾ സ്ലൈസായിട്ടാണ് അരിഞ്ഞത്, എങ്കിലും കുറച്ചുകൂടെ ചെറുതാക്കി കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കില്ലേ എന്നൊന്ന് ചിന്തിച്ചു.
അപ്പോൾ ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് നമ്മളും അത് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് വീണ്ടും കട്ട് ചെയ്ത് തുടങ്ങി. ചെറിയ ചെറിയ പീസുകളായിപ്പോൾ ഇത് അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ ടേസ്റ്റി. ഇനി നമുക്ക് ബജീനെ കുറച്ചുകൂടി ഒന്ന് സ്പെഷ്യലാക്കാം. അതിനായിട്ട് നമ്മൾ സവാള ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ അരിഞ്ഞെടുക്കാം. ഇതിൽ നിന്ന് നമ്മൾ ഓരോ റിങ്ങുകളായിട്ട് സെപ്പറേഷൻ ചെയ്ത ശേഷം നമ്മൾ നേരത്തെ പൈനാപ്പിൾ മുക്കിയെടുത്ത കടലമാവിൽ ഇത് മുക്കിയെടുത്ത് വെളിച്ചെണ്ണയിലോട്ട് ഇട്ട് വറുത്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബജ്ജി തയ്യാറായി കഴിഞ്ഞു. നമുക്ക് എല്ലാവർക്കും വീട്ടിൽ തന്നെ ഏറ്റവും എളുപ്പത്തിൽ ഒരു പൈനാപ്പിൾ ഉണ്ടെങ്കിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ ചായ എല്ലാം കുടിക്കുമ്പോൾ ചായയുടെ കൂടെ ഒരു കടി നമ്മൾ ഈ ബജ്ജി കഴിക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. അതിൻ്റെ കൂടെ ഒരു സോസ് കൂടെ ഉണ്ടെങ്കിൽ അടിപൊളി. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം, നല്ല ടേസ്റ്റിയാണ്. നമ്മൾ അടിപൊളി ബജ്ജിയാണ്. ബജ്ജി ഇഷ്ടപ്പെടുന്നവരെല്ലാവരും തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും, പൈനാപ്പിൾ ബജ്ജി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എനിക്കൊരു ലൈക്ക് കൂടെ തരാം. അതിനോടൊപ്പം നമ്മുടെ ചാനലിനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും നിങ്ങളുടെ സ്നേഹവും സന്തോഷവും എൻ്റെ കൂടെ ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയോടെ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.